ഇവര് കാണാത്തൊരു ഭാഗത്തേക്ക് മറഞ്ഞു നിൽക്കാം. എന്നാ നിധിയോട് എന്താണ് ഇവര് പറയുന്നതെന്ന് കേൾക്കാൻ വേണമല്ലോ. നല്ലൊരു സ്ഥലം കണ്ടുപിടിക്കാം. അമ്മേ, ഏട്ടത്തി അവിടെ നിന്ന് ഇറങ്ങിയെന്നാണോ ഇറങ്ങാൻ പോണെന്നാണോ പറഞ്ഞു? എടാ നീയൊന്ന് അടങ്ങ്, അവള് വരും. അതല്ലമ്മേ, എന്നെ കാണാൻ പോകുന്നു പറഞ്ഞാലേ ഏട്ടൻ വിടുവെന്നൊരു പേടി. ഏയ്, ഗൗത അങ്ങനെയൊന്നും ചെയ്യില്ല. അത്രയ്ക്ക് ദേഷ്യമൊന്നും നിന്നോട് അവനില്ല. എത്രയാ? 50. നിധി വന്നു. നിങ്ങൾ വന്നിട്ട് ഒരുപാട് നേരമായോ? ഏയ്, ഞങ്ങൾ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. ഏട്ടനുള്ളതുപോലെ ഏട്ടത്തിക്ക് എന്നോട് ദേഷ്യമുണ്ടോ? എന്തിന്? എനിക്കൊരു ദേഷ്യമില്ല. എനിക്കെന്നല്ല, സത്യത്തിൽ ഗൗതമിന് പോലും നിങ്ങളോട് ആരോടും യാതൊരുവിധ ദേഷ്യവും. പക്ഷേ നമ്മളെ ശത്രുക്കളാക്കി നിർത്തുക എന്നുള്ളത് ചിലരുടെ ആവശ്യമാണ്. അതിനുവേണ്ടി അവർ കളിക്കുന്നുമുണ്ട്. ഇതിനെക്കുറിച്ച് പറയാൻ തന്നെ ഞങ്ങൾ നിന്നെ വിളിച്ചു വരുത്തിയത്. ഏട്ടത്തി പറഞ്ഞ ഇതേ സംശയം എനിക്കുണ്ട്. പക്ഷേ ആരാണ് അതിന്റെ പിന്നെ കളിക്കുന്നതെന്നൊരു ഊഹമില്ല. അതിലൊരാള് CKC-യാ. മറ്റേയാൾ ആരാണെന്ന് ഒട്ടും വൈകാതെ തന്നെ മനസ്സിലായിക്കോളും. സ്വത്തുക്കളൊന്നും വേണ്ടാന്ന് പറഞ്ഞ് നിങ്ങൾ ഈശ്വരമംഗലത്ത് നിന്ന് ഇറങ്ങിപ്പോയ സമയത്ത് ഞങ്ങൾക്ക് എന്തുമാത്രം വിഷമമായെന്നറിയാമോ? വിഷമത്തിനേക്കാളും കൂടുതൽ ഞാനും യാമിനിയും കൂടെ ഏട്ടന്റെ സ്വത്തുക്കൾ ആഗ്രഹിക്കുന്നു എന്ന തോന്നല് ഏട്ടനുണ്ടാവോ എന്നുള്ള കുറ്റബോധമാണ് ഞങ്ങൾക്കുണ്ടായത്. എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ പോകുന്നത്? ഗൗതം ആ സ്വത്ത് വേണ്ടെന്ന് തീരുമാനിച്ചു എന്നല്ലാതെ നിങ്ങൾ ആരും അത് മോഹിച്ചു എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇതിങ്ങനെ മുന്നോട്ടുണ്ടായാൽ പറ്റത്തില്ല ഏട്ടത്തി. ഈ ഒരു അകൽച്ചയൊക്കെ ഞങ്ങൾക്ക് താങ്ങാവുന്നതിനപ്പുറമാ. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയേ പറ്റൂ. ഗൗതമിന്റെ മനസ്സിൽ താൻ ആരും ഇല്ലാത്തവനാണെന്നുള്ള ചിന്ത ഉറച്ചു കഴിഞ്ഞു. ഇനി അത് മാറ്റിയെടുക്കാന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. ഞാനൊരു ഐഡിയ ആലോചിച്ചായിരുന്നു. ഞാനും അമ്മയും അച്ഛനും എല്ലാരും കൂടെ ഒരുമിച്ച് ഏട്ടനെ ഒന്ന് കണ്ടാലോ? ഈശ്വരമംഗലത്തിന്റെ സ്വത്തിൽ നയാ പൈസ പോലും ഞങ്ങൾക്കാർക്കും വേണ്ട. എല്ലാം ഗൗതമിനെ ഏൽപ്പിക്കാനാണ് ഞങ്ങളുടെ തീരുമാനം. ഏട്ടത്തി ഒന്നൊന്നും പറയാത്തെ? ഏട്ടത്തിക്കും കൂടെ ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്തൂടെ? ഈശ്വരമംഗലത്തേക്ക് മടങ്ങി വരണമെന്ന് തന്നെ എന്റെ ആഗ്രഹം. അത് സ്വത്തൊന്നും മോഹിച്ചിട്ടല്ല, അവിടുത്തെ മരുമകളായി ജീവിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട്. ഗൗതമിനെ കുറിച്ച് നിങ്ങൾക്ക് ഇപ്പോഴും ഒരു തെറ്റിദ്ധാരണയുണ്ട്. മുഴുവൻ സ്വത്തുക്കളുടെയും രേഖകളുമായി വന്നു എന്ന് കരുതി ഗൗതം ഈശ്വരമംഗലത്തേക്ക് മടങ്ങി വരുമെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾ വന്ന് സ്വത്ത് സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട ഗൗതം വന്നൊരു ചോദ്യം ചോദിക്കും. ഈശ്വരമംഗലത്തെ സ്വത്തിന് എനിക്ക് എന്ത് അവകാശമെന്ന്. അതിനെന്ത് മറുപടി പറയും നിങ്ങൾ? ഈശ്വരമംഗലത്തെ സ്വത്തിന്റെയും പണത്തിന്റെയും കണക്ക് പറയുന്നത് പോലും ഗൗതമിന് ഇഷ്ടമല്ല. അതും പറഞ്ഞ് ഗൗതമിനെ കണ്ടാൽ ഇപ്പോൾ ഉള്ള അകൽച്ച കൂടുകയുള്ളൂ. ഇപ്പൊ എനിക്കൊരു പ്രതീക്ഷയുണ്ട്. പണത്തിനും സ്വത്തിനും വേണ്ടി ഒന്നും അല്ലാതെ എന്നെങ്കിലും ഒരിക്കൽ ഗൗതം ഈശ്വരമംഗലത്തേക്ക് എന്നെയും കൂട്ടി തിരിച്ചു വരുമെന്ന്. ഏട്ടത്തി, ഈശ്വരമംഗലത്ത് ഞങ്ങൾ ആഘോഷിക്കുന്ന സമ്പത്തിന്റെ പാതിയിൽ കൂടുതൽ ഉണ്ടാക്കിയത് ഏട്ടനാ. ആ സമ്പത്തിന്റെ തണലില് ഞങ്ങളിങ്ങനെ സുഖിച്ച് ജീവിക്കുമ്പോ നിങ്ങളിങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്ന നല്ലതാണോ? എങ്ങനെയെങ്കിലും അവനെ ഒന്ന് സമ്മതിപ്പിക്കുമോളെ നീ. നിങ്ങളുടെ അവസ്ഥ ഓർക്കുമ്പോ എനിക്ക് ഒരുപോലെ കണ്ണടയ്ക്കാൻ പോലും പറ്റുന്നില്ല. ആ കാര്യോർത്ത് നിങ്ങൾ ആരും ടെൻഷൻ ആവണ്ട. ഞങ്ങളുടെ ലക്ഷ്യം സഫലമാവാൻ പോവാ. ഗൗതമിന് പുതിയ ബിസിനസ് ഒക്കെ ആയിട്ടുണ്ട്.
പഠിപ്പിച്ച ഒരു കുട്ടിയുടെ അച്ഛൻ വഴി ഒരു ബിസിനസ് ഓക്കെ ആയിട്ടുണ്ട്. ആ 50 കോടിയുടെ ഒരു പ്ലോട്ടില് 200 കോടിയുടെ ബഡ്ജറ്റ് വരുന്ന ഒരു പ്രോജക്റ്റ്. $250 ഫ്ലാറ്റുകളാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ വരുന്ന വെള്ളിയാഴ്ച അതിന്റെ ഭൂമി പൂജയാ. എന്റെ ഭഗവതി, നിനക്കൊരായിരം നന്ദി. എങ്കിനി ഒന്നും പേടിക്കാനില്ല. ഒന്ന് തുടങ്ങി കിട്ടിയാ മതി, ഏട്ടൻ പടപടയെന്ന് ഉയരങ്ങളിലെത്തും. ഇതിനിടയിൽ ഇങ്ങനെയൊക്കെ നടന്നോ? ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ. ആ നിങ്ങൾ രണ്ടുപേരെയും വെള്ളിയാഴ്ചയുള്ള ഭൂമി പൂജയ്ക്ക് ഞാൻ ക്ഷണിക്കുക. അമ്മേ, അച്ഛനെപ്പോഴും സിംഗപ്പൂർ തന്നെയല്ലേ? ഞാൻ വിളിച്ചോളാം. ശരി. എന്തായാലും നിങ്ങൾ രണ്ടുപേരും പൂജയ്ക്ക് ഉണ്ടാവണം, കേട്ടല്ലോ? പിന്നെ വരാതെ? എന്റെ മോനും മരുമോളും ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കുമ്പോ എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ? പ്രണവെന്താ ഒന്നും പറയാത്തത്? ചടങ്ങിന് വരണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷേ ഏട്ടനത് ഇഷ്ടപ്പെടുമോന്നൊരു സംശയം. അതിനെക്കുറിച്ചൊന്നും നീ ഇപ്പൊ ആലോചിക്കണ്ട. നീ ധൈര്യമായിട്ട് വാ. എന്തായാലും ഞാൻ വരും. എന്റെ ഏട്ടനല്ലേ? കൂടിപ്പോയ ആൾക്കാരുടെ മുന്നിൽ വെച്ച് എന്നെ ഒന്ന് തല്ലുമായിരിക്കും. അത് ഞാനങ്ങ് സഹിച്ചോളാം, കുഴപ്പമില്ല. എനിക്ക് സ്കൂളിൽ പോകാൻ സമയമായി. ഞാൻ പൊയ്ക്കോട്ടെ? വാ, നമുക്ക് ഇറങ്ങാം. വാ മോളെ. അയ്യോ, 50 കോടിയുടെ പ്ലോട്ട്, 200 കോടിയുടെ ബിസിനസ്. കാണിച്ചു തരാം ഞാൻ. എവിടെ തീ കൊളുത്തണോ അവിടെ ഞാൻ കൊളുത്തും. ആന്റി ടെക്സ്റ്റൈൽസിലേക്ക് തുണിയെടുക്കാൻ പോകുമ്പോ എന്നെ കൂടി കൊണ്ടുപോവോ? അതിന് ഞാൻ തുണിയെടുക്കാൻ പോകുന്നുണ്ടെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? അത് പിന്നെ ആരെങ്കിലും പറയണോ? എന്തായാലും വെള്ളിയാഴ്ചത്തെ ഫംഗ്ഷന് വേണ്ടി ആന്റി പുതിയ പട്ടുസാരി വാങ്ങിക്കുമെന്നും പുതിയ മോഡലിലെ ബ്ലൗസ് തയ്പ്പിക്കുമെന്നും എനിക്കറിയില്ലേ. ഞാൻ ഫംഗ്ഷനൊന്നും വരുന്നില്ല, പക്ഷെ എനിക്ക് കുറച്ച് നൈറ്റ് ഡ്രസ് ഒക്കെ വാങ്ങണം. ഈ വയറ് വച്ച് തുടങ്ങിയതിന് ശേഷം എല്ലാം അങ്ങ് ടൈറ്റായി. അല്ല, എന്നാ ആന്റി ഡ്രസ് എടുക്കാൻ പോകുന്നേ? എടി, എനിക്ക് അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുവാ. നിനക്കെന്താ ഭ്രാന്തായോ? വെള്ളിയാഴ്ച എന്ത് ഫംഗ്ഷനാ? ഓ പിന്നെ